നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സിനിമാ ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. എത്രത്തോളം നെഗറ്റീവ് വന്നാലും ആ നെഗറ്റീവ് ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന എമ്പുരാനാണ് ഇന്നത്തെ സംസാര വിഷയം. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 2 ദിവസം കൊണ്ട് 100 കോടി നേടിയ മലയാള ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുന്നു. ഫസ്റ്റ് ഡേയിൽ ഓവർസീസ് മാത്രമായിട്ട് 43.10 കോടി ആണ് കിട്ടിയിരിക്കുന്നത്. കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എമ്പുരാനെ ചുറ്റി പറ്റിയിട്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അത് മുന്നേറുന്നുണ്ട്. നല്ല രീതിയിൽ എമ്പുരാൻ ഇപ്പോഴും മുന്നേറുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. ഈ സിനിമയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്നൊന്നും പറഞ്ഞു. ഇതിൽ കുറേ നെഗറ്റീവ് ഫ്ലോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് OTT കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നെഗറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു വലിയൊരു ക്രൗഡിനൊപ്പം, അതായത് കൈയടിക്കുന്ന ഒരു ക്രൗഡിനൊപ്പം കാണുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. പിന്നെയുള്ള അപ്ഡേറ്റ്സ്, ബേസിൽ ജോസഫിന്റെ മരണമാസിന്റെ പ്രോമോ സോങ് വന്നിട്ടുണ്ട്, അത് നമുക്ക് റിയാക്ട് ചെയ്യാം. ടോവിനോ തോമസിന്റെ ആണ് പ്രൊഡക്ഷൻ. മരണമാസ് ഫ്ലിപ്പ് സോങ്. ബേസിൽ ജോസഫിന്റെ റേഞ്ച് വേറെ ലെവലാട്ടോ. ആ പൊന്മാനിലൊക്കെ ഒരു അഭിനയമുണ്ട്, ഇടില്ല. വള്ളിക്കുന്ന് അണ്ടകടാഹം, വള്ളിക്കുന്ന് അണ്ടകടാഹം. അനീഷ് മാസ്റ്റേസി, സിജു സണ്ണി ആസ്വാദി, സുരേഷ് കൃഷ്ണ ജിത്ത്, രാജേഷ് മാധവൻ ആസ്വാദി. നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ ഉണ്ട് കേട്ടോ. സുരേഷ് ഡാൻസ് വീണപ്പൂ ബസ്സിലായിരുന്നു. എന്താ പാൻറ് നോക്കി ബേസിലുണ്ട്. ഉറാനസ് ബനാറസ് സൂപ്പർഫാസ്റ്റ്. ഇതുപോലെ സ്വപ്നം വല്ലതാണോ? സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലതാണോ? അതൊരു സ്കൈഫൈ മൂവിയാണോ അത്? അറൈവിംഗ് ഓൺ April 10th. April 10th എന്തോ ഒരു പടങ്ങളാണ്. മ്യൂസിക് കമ്പോസ്ഡ് ബൈ ഇലക്ട്രോണിക് കിളി. മ്യൂസിക് കമ്പോസ്ഡ് ബൈ ഇലക്ട്രോണിക് കിളി. അതാരത്? ഇലക്ട്രോണിക് കിളി. ഡയറക്ടർ ഡൗൺ ട്രോഡൻ. ഇതൊക്കെ ഒറിജിനൽ പേര് തന്നെ. ഓക്കെ, ഈ സോങ്ങിന് എന്താ വേറെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്? ശരിക്കും ഒറിജിനൽ ഡയറക്ടറുടെ പേര് ശിവപ്രസാദ് എന്നാട്ടോ. ശിവപ്രസാദ്. സിജു സണ്ണിയുടെയാണ് സ്റ്റോറി. അമ്പോ. സ്ക്രീൻ പ്ലേ ഡയലോഗ്സും സിജു സണ്ണിയും ശിവപ്രസാദും കൂടി ചേർന്നിട്ട്. മ്യൂസിക് JK. അപ്പോൾ ഈ മ്യൂസിക് എനിക്ക് പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ പോലെ മ്യൂസിക് ആയിരിക്കും. എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ട്.